വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS ആ തീരുമാനം ഇന്ന് എടുക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് പങ്കുവച്ചത്. വിതറിയിട്ട റോസാ പൂവിതളുകളുടെ ചിത്രങ്ങളും പോസ്റ്റിലുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് IAS. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ ഈ റോസാ പൂവിതളുകൾക്ക് പിന്നിൽ? എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അദ്ദേഹം സസ്പെൻഷനിലാണ്. രാജിയിലേക്ക് പോവുകയാണോ എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ തീരുമാനം എന്തെടുക്കുന്നു? നേരത്തെ പിന്നിൽ പറഞ്ഞതുപോലെ തന്നെ വിതറിയിട്ട റോസാപ്പൂക്കളുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ഈ ഒരു വരി കൂടി അദ്ദേഹം പറയുന്നത്. IAS തലപ്പത്തെ പോരിന്റെ പേരിലാണ് അദ്ദേഹം സസ്പെൻഷനിലായത്. ജയതിനെതിരെ അദ്ദേഹം പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സസ്പെൻഷനിലേക്ക് പോയത്. സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മെമ്മോ നൽകിയപ്പോൾ മറുപടിയായി ചില കാര്യങ്ങൾ ചീഫിനോട് ചോദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടുതൽ അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അത് മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ അതിൽ തീരുമാനമെടുക്കും. ആ തീരുമാനം എടുക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഫേസ് പോസ്റ്റുമായി എൻ പ്രശാന്ത് എത്തിയിരിക്കുന്നത്. അത് രാജിയിലേക്ക് തന്നെ എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. എന്നാൽ ഇതിൽ മറ്റൊരു കൗതുകകരമായ വാദം എന്ന് പറയുന്നത് ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളാക്കിയതാണോ എന്ന വാദമൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഫോൺ കോളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്തായാലും നേരത്തെ മുതൽ തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് പങ്കുവെക്കാറ്. നിലവിൽ എന്തായാലും ഈ വിഷയത്തിലും ഒരു തീരുമാനം ഫേസ്ബുക്കിൽ തന്നെ പങ്കുവെക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഓക്കെ, വ്യക്തമാണ്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഏപ്രിൽ ഫുള്ളാക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനോടകം തന്നെ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്.